നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ട് ടെഹ്റാനിലെ ഔദ്യോഗിക വസതിയായ കൊട്ടാരത്തിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സാണ് ടെഹ്റാനിലെ സ്ഫോടന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഖമേനിയുടെ ടെഹ്റാനിലെ ഔദ്യോഗിക വസതി വളപ്പിൽ അതിഭീകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട ഉയർന്ന റെസൊല്യൂഷനിലുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ ചിത്രത്തിൽ ഒന്നിലധികം കെട്ടിടങ്ങൾ നിലം പതിക്കുന്നതും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും കാണാം. അത്രയും വലിയ സ്ഫോടനമാണ് ഖമേനിയുടെ കൊട്ടാരത്തിൽ നടന്നത്. ശനിയാഴ്ച ഇറാൻ സൈനിക കമാൻഡർമാരുടെ സുപ്രധാന യോഗം നടക്കുന്നുണ്ടെന്നും അതിൽ ഖമേനി പങ്കെടുക്കുമെന്നും CIA കണ്ടെത്തി. ഈ രഹസ്യ വിവരം CIA ഉടൻ തന്നെ ഇസ്രയേലിന് കൈമാറുകയായിരുന്നു. തുടർന്ന് സംയുക്ത ആക്രമണത്തിലൂടെ ഖമേനിയെയും ഇറാൻ സൈനിക തലപ്പത്തുള്ളവരെയും വധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ടെഹ്റാനിലെ വസതിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഖമേനിയുടെ മൃതദേഹം ലഭിച്ചത്. ഖമേനിയുടെ പ്രാഥമിക ഔദ്യോഗിക വസതിയായും നേതൃത്വപരമായ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായും വളരെ കാലമായി ഉപയോഗിച്ചിരുന്ന കൂറ്റൻ കെട്ടിടമാണ് തകർന്ന് തരിപ്പണമായത്. കൊട്ടാരത്തിലെ കോമ്പൗണ്ടിനുള്ളിലെ പ്രധാന നിർമ്മിതികളെല്ലാം ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഖമേനിയുടെ മകളും ഭർത്താവും കൊച്ചുമകനും ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് തന്നെയെന്ന് ന്യൂയോർക്ക് ടൈംസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. സംയുക്ത സൈനിക ആക്രമണത്തിന്റെ നിർണായക വിവരങ്ങളാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടത്. CIA ആണ് ഖമേനി ഔദ്യോഗിക വസതിയിലുണ്ടെന്ന് ഉറപ്പാക്കിയതെന്നാണ് റിപ്പോർട്ട്. മാസങ്ങളായി ഖമേനി എവിടെയെന്ന് CIA ട്രാക്ക് ചെയ്തിരുന്നു. പതിവായി ഖമേനി സന്ദർശിച്ചിരുന്ന ഓഫീസുകളും മറ്റ് സ്ഥലങ്ങളും CIA പിന്തുടർന്ന് കണ്ടെത്തി. ഖമേനി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഒരു പാറ്റേൺ മാപ്പ് ഉണ്ടാക്കി. അങ്ങനെ ശനിയാഴ്ച ഇറാൻ സൈനിക കമാൻഡർമാരുടെ യോഗം നടക്കുന്നുവെന്ന വിവരവും CIAക്ക് കിട്ടി. ആ യോഗത്തിന് ഖമേനി അധ്യക്ഷത വഹിക്കുമെന്നും മനസ്സിലാക്കുന്നു. ഈ നിർണായക വിവരം പിന്നീട് CIA ഇസ്രയേലിന് കൈമാറുന്നു. ഒരാക്രമണത്തിലൂടെ ഖമേനിയെയും ഇറാൻ പ്രതിരോധ സംവിധാനത്തെയും തലപ്പത്തുള്ളവരെയും ഒറ്റയടിക്ക് വധിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റിടങ്ങളിൽ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ വൺ-വേ അറ്റാക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള ഖമേനിയുടെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ വ്യോമസേന നടത്തിയ കൃത്യമായ മിസൈൽ ആക്രമണത്തിലാണ് അദ്ദേഹം വധിക്കപ്പെട്ടതെന്നാണ് IDF പ്രസ്താവനയിൽ അറിയിച്ചത്. ഖമേനി വധിക്കപ്പെട്ടത് പതിറ്റാണ്ടുകൾ നീണ്ട ഭീകരഭരണത്തിന്റെ അവസാനമാണെന്നും ഇസ്രായേൽ വിശേഷിപ്പിച്ചു. ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള പദ്ധതികളുടെ മുഖ്യ സൂത്രധാരനും മേഖലയിലെ ഭീകര ഗ്രൂപ്പുകളുടെ നേതാവുമായിരുന്ന ഖമേനി എന്ന IDF പ്രസ്താവനയിൽ പറഞ്ഞു. ഖമേനിയുടെ മരണത്തോടെ ഇറാന്റെ ഭീകര ശൃംഖലയുടെ തലയാണ് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നതെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം ഇറാനിലെ ജനങ്ങളോട് ഭരണകൂടത്തിനെതിരെ രംഗത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ സന്ദേശവും പുറത്തിറക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള അവസരം പാഴാക്കരുതെന്ന് അദ്ദേഹം ഇറാനിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അടിച്ചമർത്തലിന്റെ ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിതരാകാനുള്ള സാഹചര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഒരുക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ലക്ഷക്കണക്കിന് ഇറാൻ പൗരന്മാർക്ക് തെരുവിലിറങ്ങി ഈ ഭീകര ഭരണകൂടത്തെ താഴെയിറക്കാൻ ലഭിക്കുന്ന സുവർണാവസരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 1989 മുതൽ ഇറാൻ പരമോന്നത പദവിയിൽ എത്തിച്ചേർന്ന ഖമേനി ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ വലിയ പങ്ക് വഹിച്ച നേതാക്കളിൽ പ്രധാനിയാണ്. ആയത്തുള്ള റൂഹുൽ ഖമേനിയുടെ പിൻഗാമിയായിട്ടാണ് 1989 ഖമേനി എത്തിയത്. ഖമേനിയെ വധിച്ച വിവരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും പൈശാചികനായ മനുഷ്യരിൽ ഒരാൾ മരിച്ചുവെന്നാണ് ട്രംപ് ഇതിനെ കുറിച്ചത്. ഇത് ഇറാനിലെ ജനങ്ങൾക്ക് ലഭിച്ച നീതിയാണെന്നും ഇറാന് മാത്രമല്ല ഖമേനിയുടെയും ഇറാന്റെയും രക്തദാഹത്തിനിടെ ജീവൻ നഷ്ടമായ അമേരിക്കക്കാർക്കും മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കുമുള്ള നീതി നടപ്പാക്കലാണെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അതേസമയം US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ശക്തമായി തിരിച്ചടി തുടരുകയാണ്. ഒമാനിലെ ദുഖം തുറമുഖത്ത് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ഒമാൻ തീരത്തെ എണ്ണക്കപ്പലിന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. 4 ജീവനക്കാർക്കാണ് ഇതിൽ പരിക്കേറ്റത്. കപ്പലിലെ 20 ജീവനക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഇതിൽ 15 പേർ ഇന്ത്യക്കാരാണ്. 5 ഇറാൻ പൗരന്മാരുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്.